Okay, welcome to real analysis class. നമ്മൾ ബൗണ്ടഡ് സെറ്റും അതിൻ്റെ പ്രോപ്പർട്ടീസും സുപ്രീമം ഇൻഫിമം അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു. അപ്പോൾ അതിലുള്ള അത് കഴിഞ്ഞിട്ടുള്ളൊരു തിയറാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. അപ്പോൾ സുപ്രീമം ഓഫ് എ പ്ലസ് എസ് ഈക്വൽ ടു എ പ്ലസ് സുപ്രീമം എസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നേ പറയേണ്ട ഒരു കാര്യമാണ്, അപ്പോൾ ഏതൊരു ബൗണ്ടഡ് ഒരു സെറ്റ് ബൗണ്ടഡ് എബോവ് ആവുകയാണെങ്കിൽ അതിനൊരു സുപ്രീമോ എക്സിസ്റ്റ് ചെയ്യും. സിമിലർലി ഒരു സെറ്റ് ബൗണ്ടഡ് ബിലോ ആവുകയാണെങ്കിൽ അതിനൊരു ഇൻഫിമോ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. പ്രൂഫൊന്നും ഇപ്പോൾ നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ആ തിയറത്തിന് പറയുന്ന പേരാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. ഓക്കെ, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ. ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ തിയറം. Every non-empty set of real numbers subset of real numbers that has an upper bound also has a supremum in R. In R അണ്ടർലൈൻ ചെയ്യണം. ഇൻ ആർ, ആറിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. ആറിൽ തന്നെ ഉണ്ടാവും, അവർ പുറത്തേക്ക് കടക്കൂല, കോംപ്ലക്സിലേക്കൊന്നും കടക്കൂല. ആറിൽ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനം നോൺ എംപ്റ്റി സെറ്റ് റിയൽ നമ്പേഴ്സ് വിച്ച് ഇസ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ എന്തായാലും അതിന്റെ സുപ്രീമം ആറിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിന് കുറെ എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ഇനി വേറൊരു എക്സസൈസ് ആണ് സുപ്രീമം ഓഫ് എ യൂണിയൻ ബി. സുപ്രീമം ഓഫ് A union B is equal to supremum of supremum A supremum B. ഓക്കെ, നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. സുപ്രീമം എന്ന് പറയാം, രണ്ടെണ്ണത്തിന്റെ സുപ്രീം ആയതുകൊണ്ട് മാക്സിമം എന്ന് പറയാം. രണ്ടെണ്ണത്തിന്റെ മാക്സിമം എന്ന് പറയാം. മിനിമം ഫൈനൈറ്റ് എണ്ണാകുമ്പോൾ മാക്സിമം എന്ന് പറയാം. സോ മാക്സിമം ഓഫ്, ഒന്നുകിൽ മാക്സിമം ഓഫ് അല്ലെങ്കിൽ സുപ്രീമം ഓഫ് സുപ്രീമം A സുപ്രീമം B എന്ന് പറയാം. ഇനി സിമിലർലി ഇൻഫിമം ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ഇൻഫിമം എ ഇൻഫിമം ബി. അങ്ങനെയും പറയാം. ഈ രണ്ട് റിസൾട്ടും നിങ്ങൾ പ്രൂവ് ചെയ്യാം. ഈ രണ്ട് പ്രൂവ് ചെയ്തിട്ട് ഓക്കെ. നൗ ഇനി നോക്ക് വേറെ എക്സാമ്പിൾ. Capital A and capital B are two sets such that suppose A and B are non-empty subsets of R. A and B are non-empty subsets of R. And A and B are non-empty subsets. A not equal to empty and B not equal to empty. And B are non-empty subsets of R. And A less than or equal to B, small a less than or equal to small b for every A belongs to A and B belongs to B. എയിലുള്ള ക്യാപിറ്റൽ എയിലുള്ള എല്ലാ ആളുകളും ക്യാപിറ്റൽ ബിയിലുള്ള എല്ലാവരേക്കാളും ചെറുതാണ്. ക്യാപിറ്റൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുപോലെ 1 2 3 എ എന്ന് പറഞ്ഞാൽ 1 2 3, ഇതെന്ന് പറഞ്ഞാൽ 5 6 7, ബി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇതിലെ സുപ്രീമത്തെയും ഇൻഫിമത്തെയും പറ്റിയൊക്കെ നമുക്കൊരു റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കാം, ക്ലിയർലി ഉണ്ടാക്കാം. ഓക്കെ, ഇതിന്റെ സുപ്രീമം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എ തന്നെ ചെറുതാണ് ആരെക്കാൾ, ഇൻഫിമം ഓഫ് ബിനേക്കാൾ. ഇൻഫിമം ഓഫ് ബി വരുന്നത് 5 ആണ്, അതിലും കുറവാണ് ഇതിന്റെ സുപ്രീമം തന്നെ. അപ്പോൾ ഇവിടുന്ന് എന്താണ് റിസൾട്ട്? സുപ്രീമം ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ബി. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്ക്. 1 2 3 5 6 7. സുപ്രീമം ഓഫ് എ 3 ആണ്, ഇൻഫിമം ഓഫ് ബി 5 ആണ്, 5നേക്കാൾ ചെറുതാണ് 3. അതേപോലെ പക്ഷേ എക്സാമ്പിൾ ഇസ് നോട്ട് എ പ്രൂഫ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അതിനുശേഷം ശരിയാണോ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യണം, വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ചെയ്യണം. Supremum of A less than or equal to infimum of B. Okay. ഇതിനെങ്ങനെ പ്രൂവ് ചെയ്യാം? പ്രൂഫ് for a given
അല്ലെങ്കിൽ let b belongs to b be arbitrary. Let b small b belongs to capital B be arbitrary. Arbitrary ആയിട്ട് ഞാൻ ഒരു സ്മോൾ b എടുത്തു. അങ്ങനെയാണെങ്കിൽ then a less than or equal to b for every a belongs to a. ഇവിടെ ഇത്രേ പറയേണ്ടുള്ളൂ. for every a belongs to a പറഞ്ഞാൽ മതി. for every b belongs to b എന്ന് പറയണ്ട. കാരണം എന്താ, ഇതൊരു പ്രത്യേക ബി ആണ്. ഒരു പ്രത്യേക ബി ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എല്ലാ എയും അതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. എല്ലാ എയും എല്ലാ ബിനേക്കാളും കുറവാണ്. ഇൻ പർട്ടിക്കുലർ എല്ലാ എയും ഈ പ്രത്യേക ബിനേക്കാളും കുറവാണ് ഫോർ എവരി എ. അതെന്താ അതിന്റെ അർത്ഥം? എല്ലാ എയും ബിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി എല്ലാവരേക്കാളും വലുതാണെന്ന് പറയുന്ന അർത്ഥം then b is an upper bound of a. b is an upper bound for a. b is an upper bound for a. Therefore b ഒരു അപ്പർ ബൗണ്ട് ആണ് നമ്മുടെ ക്യാപിറ്റൽ എയുടെ. ക്യാപിറ്റൽ എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റിനേക്കാളും വലുതായതുകൊണ്ട് ബി ഒരു അപ്പർ ബൗണ്ട് ആണ്. പക്ഷേ സുപ്രീമം എ എന്ന് പറയുന്നത് എന്താ? therefore സുപ്രീമം എ എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. സുപ്രീമം എയും അപ്പർ ബൗണ്ട് ആണ്, ബിയും അപ്പർ ബൗണ്ട് ആണ്. എന്റെ ബി എയുടെ അപ്പർ ബൗണ്ട് ആണ്, സുപ്രീമം എയും അപ്പർ ബൗണ്ട് ആണ്. ബട്ട് സുപ്രീമം എ ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഫോർ എ. അപ്പൊ രണ്ടാൾക്കും ഒരേ പ്രോപ്പർട്ടി ഉണ്ട്. എയുടെ അപ്പർ ബൗണ്ട് ആവുക എന്നുള്ള രണ്ടാളുണ്ട്. ഒന്ന് സുപ്രീമം എയും ഉണ്ട്, ഒന്ന് ബിയും ഉണ്ട്. അതിൽ ചെറുതാരാ? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആരാ? സുപ്രീമം എ. സോ therefore സുപ്രീമം എ less than or equal to b. സുപ്രീമം എ less than or equal to b. Since b is arbitrary, സുപ്രീമം എ is a lower bound for capital B. നോക്ക്, ഈ b എന്താ? This is true for every. ഇത് arbitrary ആയിട്ടുള്ള ഒരു b ആണ്. Since b is arbitrary, b arbitrary ആയതുകൊണ്ട് എന്ത് കിട്ടും? സുപ്രീമം എ is a lower bound of capital B. കാരണം ക്യാപിറ്റൽ ബിയിലെ ആർബിട്രറി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. അപ്പോ ബി ക്യാപിറ്റൽ ബിയിലെ ഒരു ആർബിട്രറി എലമെന്റ് ആയതുകൊണ്ട് ബിയിലുള്ള എല്ലാവരേക്കാളും ചെറുതാണ് സുപ്രീമം എ. അതുകൊണ്ട് സുപ്രീമം എ ഒരു ലോവർ ബൗണ്ട് ആണ് ക്യാപിറ്റൽ ബിന്റെ. സുപ്രീമം എ ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് ക്യാപിറ്റൽ ബി. ബട്ട് infimum b is the greatest lower bound of b. ഇപ്പൊ രണ്ട് ലോവർ ബൗണ്ട് കിട്ടി ക്യാപിറ്റൽ ബിക്ക്. ഒരു ലോവർ ബൗണ്ട് ആരാ? സുപ്രീമം എ. ഒരു ലോവർ ബൗണ്ട് ആരാ? ഇൻഫിമം ബി. പക്ഷെ അതിൽ വെച്ച് ഈ രണ്ട് ലോവർ ബൗണ്ടുകളിൽ വെച്ച് ഗ്രേറ്റസ്റ്റ് ആരാ? ഇൻഫിമം ബി. therefore infimum b greatest ആയതുകൊണ്ട് infimum b greater than or equal to supremum a, or supremum a less than or equal to infimum b. This is the proof. Okay, now functions. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷന്റെ സുപ്രീമം ഇൻഫിമം ഒക്കെ എങ്ങനെ കാണുകയെന്നാണ് നോക്കുന്നത്. ഫംഗ്ഷൻസ് അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ലെറ്റ് എഫ് ഫ്രം എ ഡൊമൈൻ ഡി ടു ആർ ബി എ ഫംഗ്ഷൻ, ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണിത്. അങ്ങനെയാണെങ്കിൽ എഫ് ബൗണ്ടഡ് എബോവ് എന്ന് എപ്പോഴാണ് പറയാം? വി സേ ദാറ്റ് എഫ് ഈസ് ബൗണ്ടഡ് എബോവ്. എഫ് ഈസ് ബൗണ്ടഡ് എബോവ്. ഇത് ഡെഫിനിഷൻ ആയിട്ട് എഴുതിയാൽ മതി. Definition. F is bounded above if f of d equal to set of all f of x such that x element of d. F of d എന്ന് പറഞ്ഞ സെറ്റ് ആണല്ലോ, set of f of x such that x element of d. ഈ സെറ്റ് ബൗണ്ടഡ് above ആവുമ്പോൾ സെറ്റ് ബൗണ്ടഡ് above എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? There exists an upper bound m such that a less than or equal small a less than or equal to m for every small a belongs to capital A. So f of d equal to f of x element of d is bounded above. That is
there exists a b belongs to R such that mod f of x less than or equal to b for every x element of d. എല്ലാ x element of d ക്കും f of x less than or equal to b ആവുകയാണെങ്കിൽ നമ്മൾ പറയും സെറ്റ് f of d ബൗണ്ടഡ് ആണെന്ന്. സെറ്റ് f of d ബൗണ്ടഡ് ആകുമ്പോൾ നമ്മൾ പറയും f ബൗണ്ടഡ് ആണെന്ന്. സിമിലർലി f is bounded below if f of d is bounded below. F of d is bounded below. Bounded below. F of t bounded below, that is a small b down of SR mode f of x b less than or equal to f of x for every x belongs to d എന്ന് കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറയും f of d bounded below, so f bounded below എന്ന് പറയും. ഇനി f is bounded if f is bounded below and above. f bounded above and f bounded below ആയാൽ എന്തായി? And f is bounded if f is bounded above and bounded below. And bounded below. That is, there exists a b belongs to R such that modulus of f of x less than or equal to b for every x element of d. അങ്ങനെ പറഞ്ഞാൽ modulus of f of x less than or equal to b for every x element of d എന്നാണ് എന്ത് വരും? മൈനസ് ബി less than or equal to f of x less than or equal to b എന്ന് വരും. അപ്പോൾ bounded below by minus b and bounded above by plus b. Okay, so bounded എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. If f of x less than or example, if f of x less than or equal to g of x for every x element of d, for every x element of d, then supremum f of d less than or equal to supremum g of d, then supremum of f of d less than or equal to supremum of g of d. Okay, വളരെ ക്ലിയർ ആണ്. f of x less than or equal to g of x for every x element of d ആണെങ്കിൽ supremum f of d less than or equal to supremum of g of d. ഇതിന്റെ സുപ്രീമം വലിയ ഫംഗ്ഷന്റെ സുപ്രീമം ചെറിയ ഫംഗ്ഷന്റെ സുപ്രീമത്തെക്കാൾ വലുതായിരിക്കും. വലിയ ഫംഗ്ഷന്റെ സുപ്രീമമാണ് വലുതായിരിക്കുക. വളരെ ക്ലിയർ ആണല്ലോ, നേരിട്ടുള്ള റിസൾട്ട് ആണ്. പക്ഷെ നേരത്തെ പോലെ നേരത്തെ സെറ്റിന്റെ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പറ്റില്ല. സുപ്രീമം ഓഫ് f of d less than or equal to infimum of g of d എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. infimum of g of d എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറയാം എപ്പോന്ന് അറിയോ? ഇങ്ങനെയാണെങ്കിൽ if f of x less than or equal to g of y for every x comma y belongs to d, f of x less than or equal to g of y for every x y belongs to d, then supremum f of d less than or equal to infimum g of d, then supremum of f of d less than or equal to infimum of g of d തന്നെ പറയാം. supremum f of d less than or equal to infimum of g of d. കാരണം എല്ലാ എഫ് ഓഫ് എക്സുകളും എല്ലാ ജി ഓഫ് വൈനേക്കാളും ജി ഇവിടെ ഇതെന്താ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിപ്പോ എഫ് ഓഫ് 10 ലെസ് താൻ ഓർ ഈക്വൽ ടു ജി ഓഫ് 10, എഫ് ഓഫ് 3 ലെസ് താൻ ഓർ ഈക്വൽ ടു ജി ഓഫ് 3, എഫ് ഓഫ് -2 ലെസ് താൻ ഓർ ഈക്വൽ ടു ജി ഓഫ് -2, അങ്ങനെ ഉള്ളൂ. അല്ലാതെ എഫ് ഓഫ് 5ഉം ജി ഓഫ് 10ഉം തമ്മിലുള്ള കമ്പാരിസൺ ഇല്ല. അതിൽ ആരാ വലുതെന്നുള്ള കമ്പാരിസൺ ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എഫിന്റെ ഏത് ഇൻപുട്ട് കൊടുത്താലും എഫ് ഓഫ് 2ഉം എഫ് ഓഫ് 3ഉം എഫ് ഓഫ് 7ഉം എഫ് ഓഫ് 10ഉം ഒക്കെ ജി ഓഫ് എല്ലാ നമ്പറിനേക്കാളും ചെറുതാണ്. ജി ഓഫ് 3 ആയാലും ജി ഓഫ് 5 ആയാലും ജി ഓഫ് 100 ആയാലും എല്ലാ നമ്പറിനേക്കാളും ചെറുതാണിത്. അതുകൊണ്ട് ഇതിന് സുപ്രീമം തന്നെ ഇതിന് ഇൻഫിമത്തേക്കാൾ ചെറുതായിരിക്കും. നിങ്ങൾക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി അടുത്ത് നമുക്ക് ആർക്കിമീഡിയം പ്രോപ്പർട്ടിയാണ്. ആർക്കിമീഡിയം പ്രോപ്പർട്ടി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം.